നവോത്ഥാന നായകനായ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പജിയെ നമുക്കൊന്ന് നേരിട്ടറിയാം. കേളപ്പജിയുടെ പൗത്രനായ പ്രശസ്ത ഫോട്ടോഗ്രാഫർ നന്ദകുമാർ സാറിനോടൊപ്പമാണ് നമ്മളുള്ളത്. നമസ്കാരം. കേരള ഗാന്ധിയെ കുറിച്ച് ചോദിച്ചറിയാം. ഞങ്ങളോട് പങ്കിടാം. നമ്മുടെ രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ രാജ്യത്തിന് സംഭാവന ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊന്നാണ് കേളപ്പജി, അതായത് എൻ്റെ അച്ഛൻ. 1889 ആഗസ്റ്റ് 24 ജനനം. 96 7-ാം വയസ്സിലാണ് കീഴരിയൂരുള്ള എഴുത്തുപള്ളി എന്ന് പറയും, അവിടെ വിദ്യാഭ്യാസം തുടങ്ങിയത്. പിന്നെ അയ്യപ്പൻകാവ് പ്രാഥമിക വിദ്യാലയത്തിൽ 3-ാം തരം വരെ പഠിച്ചു. പിന്നെ കൊയിലാണ്ടി ബാസൽ മിഷൻ സ്കൂൾ, അതായത് ഇന്നത്തെ നമ്മുടെ ഹൈസ്കൂൾ, അവിടെയാണ് സ്കൂളുണ്ടായിരുന്നത്. പിന്നെ തലശ്ശേരി ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 3 വർഷം പഠിച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കോട്ടുള്ള കേരള വിദ്യശാല എന്ന സ്ഥലത്തും അവിടെ പഠിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ കോളേജിൽ, അന്ന് സാമൂതിരി കോളേജിൽ നിന്ന് പോയി, അവിടെ നിന്നാണ് FA പാസ്സായത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ, അതായത് കേളപ്പജിയുടെ അച്ഛനൊരു വിമർശനായിരുന്നു, വക്കീൽ വിമർശനാണ്. പക്ഷെ വക്കീൽ വിമർശന്മാർക്ക് മകൻ വക്കീലാവണമെന്നാണ് ധാരണ ഉണ്ടാകും. അങ്ങനെ പൂനെയിൽ വക്കീൽ ഭാഗം പഠിക്കാൻ പറഞ്ഞേക്കുകയുണ്ടായി. പക്ഷെ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട അവസരമായിരുന്നു. അങ്ങനെ അതിൻ്റെ ആകർഷണമായിട്ടാണ് പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കാലുകുത്തുന്നത്. തലങ്ങളിലുള്ള പല പല ഉച്ചനീചത്വങ്ങൾ മനസ്സിലാക്കുകയും അതിനെതിരായിട്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ കേളപ്പജി എത്തി നോക്കാത്ത ഒരു വിഷയവും ഉണ്ടായില്ല. പ്രത്യേകിച്ച് തുടക്കം തന്നെ ഹരിജനോദ്ധാരണത്തിനാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മൂടാടി ഗോപാലപുരത്തുള്ള ഒരു സ്കൂൾ സ്ഥാപിക്കേണ്ടത്, പ്രത്യേകിച്ച് ഹരിജനങ്ങൾക്ക് വേണ്ടി മാത്രം. അതായത് 1925 2 വർഷം കഴിയേണ്ടി വന്നത് പ്രാവർത്തികമല്ല. അവിടെ ഹരിജൻ കുട്ടികളെ സവർണരി അവർണരി എല്ലാം കൂടെ ഒന്നിച്ചിരുത്തിയിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. അത് ആ സ്കൂൾ ഇപ്പോൾ ഈ കൊല്ലം എനിക്ക് തോന്നുന്നു അത് 100-ാം വാർഷികം ആഘോഷിക്കാനില്ല, ബോക്കറി യു സ്കൂൾ. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം വരിക, ഹരിജനോദ്ധാരണത്തിൻ്റെ തുടക്കം വരും. പിന്നെ നമ്മുടെ പാക്കനാർപുരത്ത് ഇതേപോലെ ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ തവനൂർ ഒരു സ്കൂൾ ഉണ്ട്, അതിപ്പോൾ ഹൈസ്കൂൾ അവിടെ ഉണ്ട്. കൂടാതെ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വലിയ കോളേജായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഖാദി പ്രസ്ഥാനം, അതേപോലെ സഹകരണ പ്രസ്ഥാനം, കോപ്പറേറ്റീവ് പ്രസ്ഥാനം, ഇതിലൊക്കെ കേരളത്തിൽ ചുക്കാൻ പിടിച്ചത് കേൾപ്പിച്ചു. പിന്നെ അയിത്തോച്ചാരണത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരത്തെ ക്ഷേത്രപ്രവേശനം, വൈക്കം സത്യാഗ്രഹം, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം, അതേപോലെ എല്ലാ
കാര്യങ്ങളും, അതായത് തെറ്റ് എവിടെ കാണുന്നു എന്ന് കണ്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ നിന്ന് രാജിവെക്കുന്ന ഒരു പരിപാടിയായി. അതായത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. കോൺഗ്രസ്സിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിലുള്ള ആൾക്കാരുള്ള ആ അടുപ്പവും അതേപോലെ ഇന്നത്തെ രീതിയിൽ തന്നെ രാഷ്ട്രീയത്തിലുള്ള ഒരു കുതിക്കാൽവെട്ടിലായിട്ട് പല സന്ദർഭങ്ങളിലും അവരുടെ ചീത്ത വിളി, അതായത് ഈ നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനും അതായത് കളവിനെ കൂട്ടു നിൽക്കാത്തത് കൊണ്ടുള്ള തകരാറ്, അങ്ങനെ അത് പുറത്താക്കുകയുണ്ടായി. അങ്ങനെ അത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് മാറി. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു ഉണ്ടായത്. അവസാനം അത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ രൂപീകരണത്തിൽ മാധവജിയുടെ കൂടെ ഉണ്ടാവുകയാണ് ഉണ്ടായത്. അവസാന കാലത്ത് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശരിക്ക് ഉണ്ടാക്കി തീർത്തത് അച്ഛൻ കേളപ്പജിയും മാധവജിയെന്ന് പറയാം. അതിനിടയ്ക്ക് ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായാലും ജോലി വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് കേളപ്പജിയുടെ ജോലികൾ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. ഒരു പുസ്തകങ്ങൾ വരെ നമുക്ക്, വലിയൊരു ജീവചരിത്രം വരെ നമുക്ക് എഴുതാം. ഓരോരോ വിഷയത്തിലും അച്ഛനുണ്ടായ ചില അവരുടെ ഓരോരോ അഭിപ്രായങ്ങളും, അതേമാതിരി ജനങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളും ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടം എന്നുണ്ടെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരാളെ നമുക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റില്ല. സത്യസന്ധമായ ഒരു സമീപനം എന്ത് കാര്യത്തിനോടും, ഉച്ചനീചത്വത്തിനോടുള്ള സമീപനം, അങ്ങനത്തെയൊക്കെ വളരെ നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത, ഇന്ന് ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനത്തെ ഒരു സംഭവം ഓർക്കാൻ പറ്റില്ല. ഇന്ന് ജാതിയും മതത്തിൻ്റെ പേരിലുള്ള അടിപിടിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ടെലിവിഷനിലും മറ്റേ പത്രങ്ങളിലൊക്കെ അതേ ഇന്ന് കാണാനുള്ളൂ. പക്ഷെ ആ ഒരു കാലഘട്ടം ഒരു സുവർണ കാലഘട്ടമാണെന്ന് നമുക്ക് എന്തായാലും പറയാം. സാറിന്റെ ജീവിതത്തിൽ കേളപ്പജി എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്? അത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിതിൽ. പക്ഷേ ഈ രാഷ്ട്രീയവും സാമൂഹികപരമായ ജോലികളിൽ മുഴുകുമ്പം ഞങ്ങൾ വളരെ കുട്ടികളായ ഞങ്ങൾ തമ്മിൽ കാണുന്നത് വളരെ ദുർലഭം. സാധാരണ രീതിയിൽ കർക്കിടക മാസം, ആ മാസത്തിൽ സുഖചികിത്സയ്ക്ക്, അതായത് നമ്മുടെ ഒഴിച്ചിലിനാണ് ഇവിടെ മുഴാടി ഉദയത്തിന് പറഞ്ഞ് വീട്ടിൽ വരാറുള്ളത്. 14 ദിവസം ഒഴിച്ചിലും 14 ദിവസം നല്ലരിക്കുകയായിരിക്കും. ആ സമയത്ത് കുട്ടികളായ ഞങ്ങളുടെ കൂടെ ഞാനും എൻ്റെ പെങ്ങളുണ്ടാവും, കൂടാതെ അമ്മാവൻ്റെ മകനുണ്ടാവും. ഇവരാണ് ഞങ്ങൾ കുട്ടികളായ ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ളത്. ഞങ്ങൾക്കതിന് ഇതിനെ പറ്റിയിട്ട്, രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരെ പറ്റിയോ ഒന്നും അറിയില്ല, കാരണം ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. എങ്കിൽ കൂടെ ആ സമയത്ത് അച്ചച്ചൻ്റെ പെങ്ങൾ, അതായത് കേളപ്പജിയുടെ പെങ്ങൾ, എൻ്റെ അമ്മമ്മയും കൂടിയാണ്. അവർ നേരത്തെ തന്നെ അച്ചച്ചന് വരുന്ന ആ സമയത്ത് എല്ലാ ഒരുക്കങ്ങളും ചെയ്യാറുണ്ട് ഇവിടെ. അത് തുടങ്ങുമ്പോഴാണ് ഞങ്ങളെ കുട്ടികൾക്ക് തോന്നുക ഏതായാലും അച്ചച്ചന് വരാറായല്ലോ എന്നുള്ള നല്ലൊരു അനുഭവമായിരിക്കും. കാരണം ഇഷ്ടം പോലെ ആൾക്കാർ വീട്ടിലുണ്ടാവും. അത് തന്നെ പ്രഗത്ഭരായ ആൾക്കാർ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടാവും. അതിൻ്റെ പത്രക്കാരുണ്ടാവും, ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ആൾക്കാരുണ്ടാവും, പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ. അതേപോലെ അന്നാണെന്നുണ്ടെങ്കിൽ ഈ വാഹന സൗകര്യങ്ങൾ വളരെ കുറവ്. നമ്മുടെ പാലക്കുളം ബസ് സ്റ്റോപ്പിൽ അവിടെയാണ് ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരാൾക്കാരുണ്ട്, നമ്മുടെ പാച്ചരട്ട്, അവരവിടെ ഒരു കടയുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല.
AK പാച്ചർ. അവരാണ് അച്ഛനെ ബാഗ് പിടിച്ചിട്ട് വീട്ടിലേക്ക് ആനയിക്കുക. ഇടയ്ക്ക് നമ്മുടെ കുമാരേട്ടനും കൂടെ ഉണ്ടാവും, നമ്മുടെ പല പ്രമേയമുള്ള കുമാരേട്ടനും കൂടെ. അവരാണ് ഇവിടെ കൊണ്ടാക്കാറ്. അന്ന് കറണ്ടില്ല. ഒരിക്കലും ഈ വലിയ മണ്ണ വിളക്കിലാണ് ഞങ്ങളൊക്കെ പഠിക്കാറുള്ളത് എല്ലാം തന്നെ. ആ ഒരു കാലഘട്ടം ഈ വലിയ വിളക്ക് കത്തിച്ചിട്ട് നല്ല ലൈറ്റെല്ലാം കാണുന്ന ഒരു കാലഘട്ടത്തിന് ശരിക്കും ഓർമ്മയുണ്ട്. കൂടാതെ ഈ ഒഴിച്ചിലിന് വരുന്ന കുറുപ്പും അവരുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാം കൂടെ ആകുന്ന സമയത്ത് ഒരു ഉത്സവച്ചായയാണ് വീട്ടിലുണ്ടാവാറുള്ളത്. അതാണ് ആ ഓർമ്മയുള്ള. ഇത് എല്ലാ വർഷവും, അതായത് മരിക്കുന്നതിന് മുമ്പുള്ള ആ വർഷം വരെ വീട്ടിൽ വന്നിരുന്നത്. 71 ആണ് മരിച്ചത്. ആ വർഷം വരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരണം സംഭവിച്ചത്. മറ്റല്ലാതെ ഈ രാഷ്ട്രീയ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ നമ്മൾ സാധാരണ വേറെ ഒന്നും ഞങ്ങളൊന്നും അടുക്കാറില്ല. കാരണം അത്രയും ചെറിയ കുട്ടികളല്ലേ ഞങ്ങൾ. പക്ഷെ എങ്കിൽ കൂടെ വലിയ മല കോളനിയിൽ കിണറൊക്കെ കുഴിക്കാൻ, അത് ഹരിജൻ കോളനിയിൽ കിണറും കുഴിക്കാൻ പോണ സമയത്ത് ഞങ്ങളെ നടന്നു പോവുകയായി. ഇവിടുന്ന് കിലോമീറ്റർ ദൂരെ പോയി കിണർ കുഴിക്കുന്നതും അതുകൊണ്ട് കാണുന്നതൊക്കെ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്നത്. അതാണ് അച്ഛനുമായിട്ട് ഈ കുട്ടികളായ ഞങ്ങൾക്ക് ബന്ധം. പക്ഷേ ഈ അച്ഛൻ്റെ ചരിത്രങ്ങൾ, അതായത് കേളപ്പജിയുടെ മകൻ, അതായത് എൻ്റെ അച്ഛൻ ഒരുപാട് സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ എൻജിനീയറായിരുന്നു. എങ്കിൽ കൂടെ 1924 അച്ഛൻ ജനിച്ചിരിക്കുന്നത്. അതായത് കേളപ്പജിയുടെ ഏക മകൻ. അച്ഛൻ്റെ അമ്മ ജനിച്ച് 28ാമത്തെ ദിവസം മരിച്ചുപോയി, അതായത് കേളപ്പജിയുടെ ഭാര്യ. അതിനുശേഷം അമ്മാവനാണ് അച്ഛനെ നോക്കിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ 42 കാലത്തുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലൊക്കെ അച്ഛൻ ഭാഗമാക്കുകയായിരുന്നു. കേളപ്പജി അഹിംസ സിദ്ധാന്തത്തിൽ കൂടിയായിരുന്നു സമരം നയിച്ചതെങ്കിൽ അച്ഛൻ നേരെ വിപരീതമായിരുന്നു. ഭഗത് സിംഗിൻ്റെ പാത പിന്തുടർന്ന് നമ്മുടെ പാലത്തിന് ബോംബ് വെക്കുകയും മറ്റ് പല കാര്യങ്ങളും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ട് പോകണം എന്നുള്ളതിന് അതായിരുന്നു അവരുടെ മുദ്രാവാക്യം, ക്വിറ്റ് ഇന്ത്യ. അങ്ങനെ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മാതൃഭൂമിയുടെ ആദ്യത്തെ ഔദ്യോഗികമായ അല്ലാത്ത ഫോട്ടോഗ്രാഫറായിട്ടാണ് അച്ഛൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപാട് അച്ഛൻ്റെ ധാരാളം പടങ്ങൾ അച്ഛൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ചരിത്രം കൂടെ, അതായത് രണ്ടുപേരുടെയും കൂടെ, അതായത് അച്ഛനിലൂടെയും എന്നെ കൂടെയാണ് ഇപ്പം ഈ കേളപ്പജിനെ പറ്റിയിട്ട് നിങ്ങളിപ്പം മോളിപ്പം ചോദിച്ചറിഞ്ഞത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടുത്തെ ഗുരുവായൂരത്തെ ക്ഷേത്രപ്രവേശനത്തിൻ്റെ പടങ്ങളൊക്കെ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. ആ പടങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ജനനത്തിൻ്റെ ഒരു ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ എന്നുള്ള അഭിമാനിക്കുന്നുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരു ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ തൊഴിൽ എന്ന് പറയില്ല, ഹോബിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കേളപ്പജിയുടെ പൗത്രൻ ആണ് എന്ന് നമ്മളൊരു അത് സാധാരണ പറയാറില്ല. കാരണം നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. എങ്കിൽ കൂടെ ആൾക്കാർ ചോദിക്കുമ്പോൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ആ ഒരു തലം ഇപ്പം ഞാൻ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫോട്ടോഗ്രാഫി ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഇന്നലെ വരെ ഇവിടെ എറണാകുളത്ത് ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിലയ്ക്ക് അവസാനമാണ് ഞാൻ എന്താ പറയുക, കേരള ഗാന്ധി കേളപ്പജിയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ സമയത്ത് കേൾക്കുന്ന ആൾക്കാരിൽ വരുന്ന ഒരു അത്ഭുതം, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്.
എന്നാലും അവരെന്നെ പറയാറുണ്ട്, ഇത് ആദ്യം പറയായിരുന്നില്ല എന്ന് അവരെന്നെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ആ പ്രഭാവം ഇന്നും ജനങ്ങളിലുണ്ട്. അത്രേ കലങ്ങി തെളിഞ്ഞ് കിടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്നുള്ളത് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ പോലെയുള്ള കള്ളന്മാരും കൊള്ളക്കാരും അല്ല അന്നുണ്ടായിരുന്നത്. അതിൽ ഒന്നും തൊട്ട് തീണ്ടാത്ത ഒരു വ്യക്തിത്വം, ഇന്നും ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം, അത് കേളപ്പജിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. കേളപ്പജിയുടെ കുടുംബത്തെക്കുറിച്ച് 2 വാക്ക് പറയാമോ? അതിപ്പം എൻ്റെ കാലഘട്ടത്തിലല്ല അത് ഉണ്ടായിരുന്നത്, എങ്കിൽ കൂടെ പുസ്തകത്തിൽ കൂടെയും വായിച്ചറിഞ്ഞൊരു അനുഭവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ പള്ളിക്കര തൊണ്ടിപ്പണത്തിൽ തറവാട്ടുകാരത്തിയായിരുന്നു അച്ഛൻ്റെ ഭാര്യ. അത് വലിയൊരു കാലഘട്ടത്തിൽ ഐത്തോച്ചാരണത്തിന് വേണ്ടിയിട്ട് ഹരിജനങ്ങളെയൊക്കെ അടുത്ത് വെച്ച് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും ആ തരത്തിലൊരു തറവാട്ടിൽ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും കേളപ്പജിയെ കല്യാണം ആയിട്ടുള്ള ബന്ധത്തിന് അവർ എതിർത്തിരുന്നു. ആ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിൽ അച്ഛൻ ആണ് മാത്രമായിട്ട് മകനായിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ജനിച്ച 28ാം ദിവസം അന്ന് പനി പിടിച്ചിട്ട് അച്ഛമ്മ മരിക്കാനുണ്ടായത്. അത്തോതിൽ ആ അമ്മയുടെ ലാളന ഒരിക്കലും അച്ഛന് കിട്ടിയിരുന്നില്ല. അതൊരു വലിയൊരു ദുഃഖമായിട്ട് ഞങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ ഒരു ലാളന ഞങ്ങൾക്കും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം. അതൊരു ഓർമ്മ മാത്രമായിട്ട്, അതായത് 28 ദിവസത്തെ അച്ഛൻ 28 ദിവസം മാത്രം പ്രായ സമയത്താണ് സംഭവിച്ചത്. ആ ഒരു ദുഃഖം ഇന്നും മനസ്സിലുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ അച്ഛൻ്റെ പെങ്ങളാണ്. പെങ്ങളെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മ, അതായത് എൻ്റെ അമ്മമ്മ, എൻ്റെ അമ്മയുടെ അമ്മ. ഞാൻ ശരിക്ക് കേളപ്പജിയുടെ മകൻ്റെ മകനും മരുമകളുടെ മകനും കൂടിയാണ്. അന്നേരം അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൂടാടിയിലെ ഉദയത്ത് വീട്ടിൽ ഉഴിച്ചിൽ വരുന്ന സമയത്ത് ഉള്ള ഒരുക്കങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അമ്മമ്മയായിരിക്കും. ഈ അമ്മമ്മയുടെ പേരിലുള്ള ഭൂമിയാണ്, ഏകദേശം 45 ഏക്കറോളം ഭൂമിയാണ് ഇവിടെ വലിയ മലയിൽ ഹരിജന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി ആൾക്കാരൊക്കെ ഭൂമി ഇങ്ങോട്ട് കൈക്കലാക്കാൻ നോക്കാന്നല്ലാതെ ഒരിക്കലും കയ്യിലുള്ള ഭൂമി ഒരിക്കലും കൊടുത്ത ചരിത്രം നമുക്ക് കാണുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ ആ ഒരു ത്യാഗമൊക്കെ കൊണ്ടായിരിക്കണം ഇന്നും കേളപ്പജിയുടെയും ആ കേളപ്പജിയുടെ കുടുംബത്തിൻ്റെയും പേര് നിലനിൽക്കുന്നത്. ഓക്കെ, നമസ്കാരം. 1889 ആഗസ്റ്റ് 24-ാം തീയതി കണാരൻ നായരുടെയും കുഞ്ഞമ്മയുടെയും മകനായി കോഴിക്കോട് ജില്ലയിലെ മുതുകുന്നിലായിരുന്നു ജനനം. കോയപ്പള്ളി കേളപ്പൻ നായർ എന്നാണ് മുഴുവൻ പേര്. ഭാര്യ ലക്ഷ്മിയമ്മ. മകൻ്റെ പേര് കുഞ്ഞിരാമൻ കിടാവ്. 1971 ഒക്ടോബർ 7-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. NSS സ്ഥാപകനായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്നുള്ള ആദ്യ സത്യാഗ്രഹിയും അദ്ദേഹമായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരിൽ വെച്ച് നിരാഹാരം നിർത്തലാക്കി. പത്മശ്രീ അവാർഡ് നിരസിച്ച ആദ്യ മലയാളിയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ KPCC പ്രസിഡന്റായിരുന്നു. 1947 ഐക്യ കേരള കോൺഫറൻസ് പ്രസിഡന്റായി. 1951 കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. 1963 തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു.
ഇത് പിന്നീട് 1976 കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നാക്കി പേര് മാറ്റി. ഇത് സ്ഥാപിതമായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. ഗ്രാമദീപം മാസിക തുടങ്ങിയത് അദ്ദേഹമായിരുന്നു. കേരള ഗാന്ധി കെ കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പക്കനാപുരത്താണ്. മലപ്പുറം ജില്ല രൂപീകൃതമായപ്പോൾ ഒരു ചെറിയ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതും കേളപ്പജിയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന ഐത്തോച്ചാടന കമ്മിറ്റിയുടെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്തോളം സ്വരാജ് അപ്രാപ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 1924 വൈക്കം സത്യാഗ്രഹ നേതാവായി വന്നു. 1929 മാതൃഭൂമി എഡിറ്ററായി. 1931 ഗുരുവായൂർ സത്യാഗ്രഹ ലീഡറായി വന്നു. 1947 തൃശൂർ ഐക്യ കേരള യോഗം അധ്യക്ഷനായിരുന്നു അദ്ദേഹം. 1952 പൊന്നാനി ലോക്സഭാ സീറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലെത്തി. 1954 സമദർശിനി ഡെയിലിയുടെ എഡിറ്ററായി. അദ്ദേഹം 1990 ആഗസ്റ്റ് 24 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു.